നിർണായക രേഖയാണ് ഇക്കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ്. സന്തുലിത വികസനം എന്ന കാഴ്ചപ്പാട് തന്നെ അട്ടിമറിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിന്റെ ആകെ തുക കേരളത്തോടുള്ള ശത്രുതാപരമായ മനോഭാവമാണ്. കേന്ദ്രത്തിന്റെ ഈ ഹീനമായ നീക്കത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ചിട്ടുള്ള രാജ്ഭവൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ഔദാര്യമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു ജനതയുടെ അവകാശമാണ്. കേരളത്തിൽ നിന്നും പിരിച്ചുകൊണ്ടുപോകുന്ന GST വരുമാനത്തിന്റെ ഒരംശമാണ് ചോദിക്കുന്നത്. അത് തരില്ലെന്ന് പറയുന്ന നിങ്ങളുടെ ചിന്താപരമായ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല മിസ്റ്റർ പ്രധാനമന്ത്രി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിട്ടുള്ള അതിശക്തമായ പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള രാജ്ഭവൻ മാർച്ച് കേന്ദ്ര സർക്കാരിന്റെ പ്രതിപുരുഷനായ ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവനെ ലക്ഷ്യമാക്കി ഇതാ കടന്നു വരികയാണ്. കേരളത്തെ മറന്ന കേന്ദ്ര ബഡ്ജറ്റിനെതിരെ, കേരളത്തോട് കേന്ദ്ര സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരെ പ്രതിഷേധത്തിന്റെ പ്രതിരോധത്തിന്റെ പത്മഗീതം തീർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച് ഇടതുമുന്നണിയുടെ സൗഹൃദങ്ങളായ നേതാക്കൾ നേതൃത്വം നൽകുന്ന രാജ്ഭവൻ മാർച്ച് ഇതാ കടന്നു വരികയാണ്. സഹകളെ, യോഗ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. പ്രകടനമായി വരുന്ന സഹകൾ ഈ മുൻവശത്തിരിക്കുന്ന കസേരയിലേക്ക് വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ രാജ്ഭവൻ മാർച്ചും ധർണയും വൻ വിജയമാക്കുന്നതിന് എത്തിയിട്ടുള്ള മുഴുവൻ സഹകളും സ്റ്റേജിൻ്റെ മുന്നിലേക്കുള്ള കസേരയിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.